നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചിലർ നല്ലത് പറയും, ചിലർ ചീത്ത അനാവശ്യം മീൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ജപമാല, രണ്ടാമത്തെ ജപമാല, മൂന്നാമത്തെ ജപമാല, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് എന്താ പറയുക, ഡിസിഷൻസ് ഒന്നും എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ചിലർ എൻ്റെ മീൻസ് വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടുമോ, ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്നൊക്കെ. അതെനിക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവരുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജനറൽ റീഡിംഗ് കണ്ടിട്ട് പേഴ്സണൽ റിസൾട്ട് വേണമെന്ന് പറയുന്നത് അത് മീൻസ് അത് പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കും. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കും, ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കും. പിന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ജപമാല, രണ്ടാമത്തെ ജപമാല, മൂന്നാമത്തെ ജപമാല, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഒന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജാണ് നോക്കേണ്ടത്. ഭഗവാനെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് വേണ്ടത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നമ്മൾ ചില സമയത്തെ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ നമ്മളുടെ റെസ്പോൺസ്. ഒരാൾ നമ്മളോട് ഒരു ആക്ഷൻ എടുത്തു, നമ്മൾ അതിന് റിയാക്ഷൻ എടുത്തു. പക്ഷെ അവിടെ നമ്മളുടേതായിട്ടൊരു ക്യാരക്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് അനുസരിച്ചിട്ടാണോ നമ്മൾ പെരുമാറേണ്ടത്. അല്ല, നമ്മളുടേതൊരു സ്വഭാവം ഉണ്ട്, അവർക്ക് അവരുടെ ക്യാരക്ടർ കാണിക്കാം. പക്ഷെ നമ്മൾ നമ്മളുടെ ക്യാരക്ടർ അല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ അവർ ചെയ്യുന്നതിനെല്ലാം നമ്മൾ പ്രതികരിക്കണമെന്നില്ല മിക്ക സമയത്തും എന്നാണ് ഉദ്ദേശിച്ചത്. ഭഗവാനെ, എന്താണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് ആ മെസ്സേജ് വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡ് വന്നു വീണു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ കാണിക്കുന്ന റീഡിങ്സിൽ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാൻ കേട്ടോ. നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. രണ്ട് കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി റീഡിംഗ് ആണ്, നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് കാർഡ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, എന്നാലും ഈ റിലേഷൻഷിപ്പിൽ പോസിബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മളുടെ പേഴ്സണെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ പ്രേരിപ്പിക്കും അല്ലേ. നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ല. മിക്ക കാര്യങ്ങളുടെ പിന്നിൽ നമ്മളുടെയും ഒരു കൈ ഉണ്ടാവും, മനസ്സിലാവുണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് നല്ല റിലേഷൻഷിപ്പാണ്, നിങ്ങൾ പേഴ്സൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് ഒക്കെ എടുക്കേണ്ടതാണ്, ഇത് നല്ല പോസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അങ്ങനത്തെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാർഡ് ബീയിങ് പൊളൈറ്റ്.
എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ട്, വളരെ റെസ്പെക്റ്റോട് കൂടി, നമ്മളെക്കാളും താഴ്ന്നത് ഉയർന്നത് ജാതി അതുപോലെ സ്റ്റേറ്റസ് അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെ താഴ്ന്ന ഉയർന്നതൊന്നുമില്ല, എല്ലാവരും റെസ്പെക്റ്റിന് പാത്രമാണ് അല്ലേ. അത് നമ്മളുടെ മനസ്സിലാണ്, ഓ അവര് നമ്മളുടെ മീൻസ് ഇങ്ങനെ നമ്മളെക്കാളും നല്ല നമ്മളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ പൈസ കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാളുടെ വീട് ചെറുതാണ് അതുകൊണ്ട് നമ്മൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെയല്ല, എല്ലാവരും റെസ്പെക്റ്റ് എന്താ പറയുക, അതിന് അവകാശമുള്ളവരാണ്. നമ്മളാണ് അത് അവരിൽ നിന്ന് എടുക്കുന്നത്, അതല്ല, അത് ശരിയല്ല. അപ്പോൾ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളുടെയൊക്കെ ഹിന്ദുക്കളുടെ വിശ്വാസം എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ടെന്നാണ്. അപ്പോൾ ആരായാലും എന്ത് ജീവിയാണെങ്കിലും അതിനുള്ളിലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പൊളൈറ്റായിട്ട് പെരുമാറണം. ദൈവത്തിൻ്റെ ചൈതന്യം ഉള്ളവരോടാണ് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലെപ്പോഴും വേണം. അപ്പോൾ ഇതാണ് 2 കാർഡ്സ് വന്നേക്കുന്നത്. ഇനി ഞാൻ ഓറക്കിൾ റീഡിങ്ങിലേക്ക് ടാരോ റീഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു കാർഡ് തന്നാൽ മതി പ്ലീസ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട്. ഇവർ തമ്മിൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. 2 പേരും വിചാരിച്ച അത്രയും അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല ഇവരുടെ റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് ഡിസപ്പോയിൻറ്റഡ് ആണ്. തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളോട് അസൂയുണ്ടാവും. തേർഡ് പാർട്ടി അസൂയുള്ള ഒരു ഇതിലാണ്. ഇവിടെ ഒരു അസൂയയുടെ എനർജിയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി കാണിക്കുന്നത്. അസൂയാണ്, അതുപോലെ തന്നെ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഇവിടെ കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. കുറച്ച് ഡിഫെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ മാത്രമേ തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ കൂടെ ചിലപ്പോൾ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇതൊരു ഗിൽറ്റി കോൺഷ്യസ് ഉള്ള ഒരു എനർജിയാണ്. വളരെ ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്, വളരെ സ്ട്രെസ് ഉള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെയും പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കണക്ഷൻ കാണിക്കുന്നത്. ചില സമയത്ത് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ ഭയങ്കര ഡിഫെൻസീവ് ആണ്. എന്നുവെച്ചാൽ എല്ലാം തുറന്ന് പറയുന്നില്ല. അവർ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കല്ല അവർ പോയേക്കുന്നതെന്നാണ് കാണിക്കുന്നത്. എനർജി നല്ല എനർജിയിലല്ല അവർ 2 പേരും. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ഡിലേ ഉള്ള പോലെ നിങ്ങൾ തമ്മിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ. എന്നുവെച്ചാൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിലും ആരുടെ കൂടെ നിൽക്കണം എന്നൊരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു വടംവലിയുണ്ട്, ഒരു ഈഗോ ക്ലാഷ് ഉള്ള പോലെയാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര ഒരു ഈഗോ ക്ലാഷ് ഉള്ള പോലെ 2 പേരും ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന 2 പേര്, ഒട്ടും വിട്ടുകൊടുക്കാത്ത 2 പേരെ പോലെയാണ് കാണിക്കുന്നത്. ആർക്കാണ് ഈ റിലേഷൻഷിപ്പിൽ കൺട്രോൾ എന്ന ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ മനസ്സിലായി. 2 പേരും തമ്മിലൊരു പിടിവലിയുള്ള പോലെ.
ചില സമയത്ത് നിങ്ങൾ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു സ്ട്രെങ്ത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഈ പേഴ്സണ് ഞാൻ പറയുന്ന കേൾക്കുന്ന ഒരാൾ വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ സിറ്റുവേഷൻ മാറണം, നിങ്ങൾ തമ്മിൽ നല്ല ഒരു കണക്ഷൻ വരണമെന്ന് ഒരു ആഗ്രഹം രണ്ടുപേരുടെ മനസ്സിലുണ്ട്. രണ്ടുപേരും അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പൈസസ് സോഡിയാക് സൈനും ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ സോഡിയാക് സൈനുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനും കംപ്ലീറ്റ് ആവില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ ജീവിതമായിരിക്കും, ഒന്നും കംപ്ലീറ്റ് അല്ല. എഡ്യൂക്കേഷൻ ആവട്ടെ കംപ്ലീറ്റ് അല്ല, പിന്നെയും എന്തൊക്കെയോ പഠിക്കാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തും നമ്മൾ കംപ്ലീഷനിലേക്ക് എത്തിയിട്ടില്ല, എല്ലാം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എവിടെയും എത്തിയിട്ടില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഒരു ഇംബാലൻസ് ഉള്ള പോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലായ്മ, ഇവിടെ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു എനർജിയാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. ജെമിനായി സോഡിയാക് സൈൻ ആണ്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റിന് റെഡി ആവാത്ത ഒരു എനർജി. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഒരെണ്ണത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആണെങ്കിലും നിങ്ങൾ അതിന് പോലും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാത്ത ഒരു തരം ആളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. എന്ന് വെച്ചാൽ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അതൊരു കമ്മിറ്റ്മെൻ്റ് ആവും. അതുകൊണ്ട് മാക്സിമം ഒഴികഴിവ് പറഞ്ഞ് നടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. ജെമിനായി സോഡിയാക് സൈൻ ആണിത്. അപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായിട്ട് എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ എങ്ങനെയെല്ലാം നിങ്ങളുടെ പേഴ്സണോട് പെരുമാറിയാലും നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇവിടെ ഒരു ഡിസിഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാത്തത്. ആ ഒരു സോഫ്റ്റ് കോർണർ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഉള്ള ഫീലിങ്സ് എന്താണ്? വേൾഡ് കാർഡ്, ഒരു കംപ്ലീഷൻ. ഇത് തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം വന്നെത്തുന്ന ഒരു സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തുടങ്ങി അന്വേഷിച്ച് നടന്ന ഒരു കാര്യം അത് എനിക്ക് അവസാനം കിട്ടി, ആ ഒരു സന്തോഷം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷനിൽ. മനസ്സിലായോ? തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ച് മോഹിച്ച് കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. പക്ഷേ അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ച് നടന്ന കാര്യം എനിക്ക് കയ്യിലായി, എൻ്റെ അടുത്ത് കിട്ടി, പക്ഷെ എന്നാലും ഒരു ഹാപ്പിനെസ് ഇല്ല അതിനകത്ത്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒഴിവാക്കണമെന്നാണ്. അത്രയും ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ ഒരു എനർജിയെ, ഒരാളെ വേണ്ടാന്ന് വെക്കേണ്ടി വരും, അതെനിക്ക് ശരിയാവില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അത് പക്ഷേ ഇത് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇവർ റിലേഷൻഷിപ്പിലാണ് ഇപ്പോഴും, പക്ഷേ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ മാനസികമായി തയ്യാറെടുത്തിട്ടില്ല തേർഡ് പാർട്ടിയോട് കംപ്ലീറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളോട് ഈ പേഴ്സൺ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. ഇത് തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നാളെ ചിലപ്പോൾ ഞാനിത് വേണ്ടാന്ന് വെക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അത് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ തേർഡ് പാർട്ടിയും കൺഫ്യൂഷനിലാണ്, നിങ്ങളുടെ പേഴ്സണും കൺഫ്യൂഷനിലാണ്, നിങ്ങളും കൺഫ്യൂഷനിലാണ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളോടുള്ള ഫീലിങ്സ് കാണിക്കുന്നത് ഇതാണ്. സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്ത, എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്ന ഒരു എനർജി ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ പേഴ്സൺ? നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ, അപ്പോൾ നിങ്ങൾ കുറേ ഹാർട്ട് ബ്രേക്സ് നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ ഒരു വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നിങ്ങൾ സംസാരിക്കുമ്പോഴോ നിങ്ങൾ പെരുമാറുമ്പോഴോ മറ്റേ ആൾ, അപ്പുറത്ത് നിൽക്കുന്ന ആൾ, നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ആളുടെ ഫീലിങ്സ് ആ പേഴ്സൺ എങ്ങനെയാണ് എടുക്കുക നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ പെരുമാറ്റത്തിന് ആ പേഴ്സണിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ വളരെ കെയർലെസ് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സണ് കുറേ ഹാർട്ട് ബ്രേക്സ്, വേദനകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും ഞാൻ മാത്രമല്ല പേഴ്സണും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും. അത് ഞാനിപ്പോൾ ഒരു പേഴ്സണൽ റീഡിങ് കൊടുത്തു കഴിയുമ്പോൾ കാർഡ്സിൽ കാണുന്ന കാര്യമാണ് ഞാൻ ഇത് സന്ദർഭവശാൽ പറയുകയാണ്. പേഴ്സണൽ റീഡിങ് എടുത്തു കഴിയുമ്പോൾ കാർഡ്സിൽ കാണുന്ന കാര്യം ഞാൻ പച്ചയായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ റീഡിങ് എടുത്ത ആൾക്ക് മീൻസ് ആളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ മിക്കവരും ഭയങ്കര ഡിഫെൻസീവായിട്ട് വോയിസ് മെസ്സേജ് ഇട്ടാറുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല. പക്ഷെ അത് എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ ഒരു പേഴ്സണൽ ഇതല്ല. നിങ്ങൾക്ക് ഒരു റീഡിങ് എടുക്കണം, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരുന്നു. ആ റീഡിങ്ങിൽ കാണുന്ന കാര്യങ്ങളാണ്, അതൊരു പേഴ്സണൽ ഇതായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എന്നോട് എക്സ്ക്യൂസ് പറയുന്നതോ എന്നോട് എക്സ്പ്ലനേഷൻ പറയുന്നതോ ഒരു അർത്ഥവുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇതാണ് കാണിക്കുന്നത് വെച്ചാൽ, ഇവിടെ നമ്മളുടെ കയ്യിലുള്ള തെറ്റ് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് മറ്റേയാളുടെ കയ്യിലാണ് മുഴുവൻ തെറ്റ്, മറ്റേയാളാണ് എല്ലാ തെറ്റും ചെയ്യുന്നത് എന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ കുറേ ഹാർട്ട് ബ്രേക്സ് ഈ പേഴ്സണ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഒരു സോഫ്റ്റ് കോർണർ കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങളോട് ഇപ്പോഴും പാഷനറ്റ് ആണ്. ഇവിടെ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പ് ഇത്രയും പ്രശ്നത്തിലാണെങ്കിലും ഒരു മോഹമുണ്ട്, മീൻസ് ഒരു പ്രത്യാശയുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഇനിയും നല്ലതിലേക്ക് പോകാം, ഇനിയും പുതിയ ഒരു റിലേഷൻഷിപ്പ് ഇതിൽ നിന്ന് കെട്ടിപ്പടുക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാത്തത്. മനസ്സിലായോ? അപ്പം നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ഈ പേഴ്സണ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചിന്ത. നിങ്ങൾ ഒട്ടും കെയർഫുൾ അല്ല നിങ്ങളുടെ സംസാരത്തിൽ. അപ്പോൾ ഇനിയും ചാൻസസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രത്യാശ. ഇനിയും വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഇമ്മെച്യൂരിറ്റി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതെന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കള്ളത്തരം കുറവാണ്, അപ്പോൾ അഭിനയിക്കാൻ അറിയില്ല, മനസ്സിൽ എന്താണോ വരുന്നത് അത് തന്നെ പച്ചയായിട്ട് നിങ്ങൾ പറയുകയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ശുദ്ധഗതിയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയും, പച്ചയായിട്ട് പറയും, അങ്ങനത്തെ ഒരു സ്വഭാവം. പക്ഷെ അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്, നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് ഹൃദയവേദന ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ആ പേഴ്സണ് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ പേഴ്സൺ ഇപ്പോൾ നല്ല സ്നേഹത്തോടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ പെട്ടെന്ന് നിങ്ങളിത് മുമ്പിൽ വരുമ്പോഴത്തേക്കും ഇതിന് ഉപ്പില്ലോ, ഇത് എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ പേഴ്സൺ വളരെ ആലോചിച്ച് വളരെ പ്രയത്നിച്ച് ഉണ്ടാക്കിയ ഒരു സാധനം. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ആ പേഴ്സണിൻ്റെ സകല ഹാപ്പിനെസ്, സന്തോഷവും നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒരു ഇമ്മെച്യൂർഡ് എനർജി ആയതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ്. നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ മെച്യൂർഡ് ആവുമ്പോൾ, കുറച്ചും കൂടെ പ്രായമാവുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ ബെറ്റർ ആവുന്നൊരു അഭിപ്രായം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുണ്ട്. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കള്ളത്തരമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഇല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളോ ഫ്രണ്ട്സിനോ ആരോടും വിളിച്ച് സംസാരിക്കാറില്ല.
നിങ്ങൾ പേഴ്സണെ പറ്റിക്കാൻ ശ്രമിക്കാറില്ല, നിങ്ങൾ ആവശ്യമില്ലാതെ പേഴ്സണെ സംശയിക്കുന്നില്ല, പേഴ്സണെ മൊബൈൽ എടുത്ത് നോക്കുന്നില്ല, പേഴ്സണെ വിളിച്ച് അന്വേഷിക്കുന്നത് നിങ്ങൾ എവിടെയാണ്, പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് പോയേക്കുന്നത് എന്നുള്ള അങ്ങനത്തെ സ്വഭാവമൊന്നും നിങ്ങൾക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് പേഴ്സൺ പോകാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയോട് ഒരു എക്സ്ക്യൂസ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സണെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി കണക്ഷനൊക്കെ വെക്കുന്നത് ശരിയല്ല. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാൾ വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ചിന്തിക്കുമെന്നൊരു പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഞാനിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വെച്ചത് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് വന്നത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, മീൻസ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ നാൾ കാത്തിരുന്നു ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ കുറേ പ്രതീക്ഷിച്ചു, അതിനു വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഒരു രക്ഷയുമില്ല, നിങ്ങളുടെ സ്വഭാവം ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ സ്വരുമയോടെ നിങ്ങളോട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇനി ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ, അല്ലെങ്കിൽ ഇനി ഇതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറഞ്ഞു. ചിലപ്പോൾ അതൊരു എക്സ്ക്യൂസായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതായിരിക്കാം തേർഡ് പാർട്ടി എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഓൾറെഡി. അപ്പം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒളിച്ചു വെച്ചിട്ടില്ല, നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, മനസ്സിലായി? ഇവിടെ ഒരു പോസിബിലിറ്റി, ഒരു റീകൺസിലിയേഷന് എന്നെ സ്നേഹിക്കാൻ വഴിയില്ല, അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലൊരു സന്തോഷകരമായ ഒരു ജീവിതം പോസിബിൾ അല്ല എന്ന് തോന്നുന്നു എന്നൊരു കാര്യമാണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്കോർപ്പിയോ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പം ഇതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇവിടെ അക്വേറിയസ് ഉണ്ട്, ജെമിനായി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. പിന്നെ വന്നിട്ടുള്ളത് പൈസസ് ആണ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വന്ന ഓറക്കിൾ മെസ്സേജ് കണ്ടല്ലോ, ഇത് വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മളിത് കാണിച്ചത്. ഓക്കെ, പിന്നെ വളരെ പൊളൈറ്റായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കണം, അത് ആരാണെങ്കിലും കേട്ടോ, മക്കളോട് പോലും. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജാണ് വേണ്ടത്. ഭഗവാനെ, രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഷഫിൾ ചെയ്യാം, എന്നിട്ട് കാർഡ്സ് എടുക്കാം. കാർഡ്സൊന്നും അറിയുന്നില്ല, നോക്കട്ടെ.
മറിഞ്ഞ് മെസ്സേജായിട്ട് വരുന്നില്ല. ഭഗവാനെ ഭഗവാനെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ. ഒരു കാർഡാണ് വന്നേക്കുന്നത്, തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ഇവിടെ third eye chakra to establish a profound connection with God and receive his divine guidance. അപ്പോൾ ഇതൊരു നമ്മളുടെ ഇൻറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ജ്ഞാനക്കണ്ണെന്ന് പറയും, അത് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല, എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അറിവ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ജ്ഞാനക്കണ്ണ് തുറക്കണം. അപ്പോൾ അത് ബ്ലോക്കായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഭഗവാനെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അത് നമുക്ക് രജിസ്റ്റർ ചെയ്യില്ല അല്ലേ. നമ്മളെ മുമ്പിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം, പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഭഗവാനെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി, ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? എംപ്രസ് ആണ് ഇത്. ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ ആ പേഴ്സൻ്റെ അമ്മയാവാം, ഒരു മുതിർന്ന ചേച്ചിയാവാം. കാരണം ഇതൊരു എംപ്രസിനെയാണ് കാണിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ മാരീഡാണ്, ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു വീട് ഭരിക്കുന്ന ഒരു ഫീമെയിൽ എനർജി, ഒരു മെയിൽ എനർജി ആവാം, ഫീമെയിൽ സ്വഭാവമുള്ള ഒരു മെയിൽ എനർജിയും ആവാം ഇത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ. ഇത് ടോറസ് ലീബ്ര സോഡിയാക് സൈൻ ആണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാവരുടെ ലൈഫിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു എനർജിയാണ്. വീട്ടിലെ പൂച്ചയാണ് ആക്രമിച്ചിരിക്കുന്നത്. പോസിറ്റീവ് കാർഡ്സ് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സ് റിവേഴ്സും പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സും ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് നല്ലോണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കാൻ പോകുമ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കാം കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിലേസ് വരാറുണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പാസ്റ്റിൽ എന്തോ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ ഒരു ചിന്ത. ഇപ്പം അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ മൂത്ത ചേച്ചി വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയിട്ട് അമ്മ വളർത്തുന്ന, അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയിട്ട് അച്ഛൻ വളർത്തുന്ന ഒരു കുട്ടി, ആ ഒരു കടപ്പാട് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല ഹോൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അഭിപ്രായങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല കൺട്രോളും ഉണ്ടെന്നാണ് പറയുന്നത്. ടോറസ് ലിബ്രയാണ് അതവിടെ കാണിച്ചത്. പിന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണ്, ഇപ്പോഴത്തെ എനർജി എന്താണ്? വലിയ പ്രോഗ്രസ് ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് റിലേഷൻഷിപ്പ്. കാരണം എപ്പോഴും ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഒരാളുടെ അഭിപ്രായം ചോദിച്ചിട്ടേ അവിടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുകയുള്ളൂ, മനസ്സിലാവുണ്ടോ? അപ്പോൾ പലരോട് അഭിപ്രായം ചോദിക്കേണ്ടി വരുന്നു. എന്ത് കാര്യമാണെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പോലും അവിടെ പലരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങൾക്കായിട്ട് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടെമ്പറൻസ് കാണിക്കുന്നുണ്ട്, ഒരു ബാലൻസ് ഇല്ലായ്മ നിങ്ങളുടെ റിലേഷൻ. അപ്പം
നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്, മറ്റുള്ളവരുടെ കയ്യിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കൺട്രോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഇല്ല ജീവിതത്തിൽ. പക്ഷെ വിട്ട് കളയാനും പറ്റുന്നില്ല റിലേഷൻഷിപ്പ്. മനസ്സിലായോ? ഇതൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അപ്പം നിങ്ങളുടെ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടിയെ വിട്ടിട്ടുള്ള ഒരു തീരുമാനങ്ങളും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നില്ല. അതൊരു വലിയ ബ്ലോക്കായിട്ട് നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവണം. എന്താണ്? നിങ്ങളുടെ പേഴ്സൺ അത്രയും കേപ്പബിൾ അല്ല എന്ന് തേർഡ് പാർട്ടിക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കൺട്രോൾ വെക്കുന്നത്. അതും ഒരു പോസിബിലിറ്റി ആണ്. ഇവിടെ സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആണ്, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു എന്താ പറയുക, ഒറ്റയ്ക്ക് നിങ്ങളുടെ പേഴ്സണ് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത തേർഡ് പാർട്ടിക്ക് ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആയിക്കോട്ടെ, അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ലോങ് ടേം പ്ലാൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലും ലോങ് ടേമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോകും എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് അവസാനം വിക്ടറി കിട്ടുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയായിരിക്കാം, ചിലപ്പോൾ പുതിയതായിട്ട് വിവാഹം കഴിച്ച് ചെന്നവരായിരിക്കാം. എന്തായാലും എന്ന് വെച്ചാൽ അധികമായിട്ടില്ലായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട്. എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്നോളും. പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അസംതൃപ്തയാണ് അല്ലെങ്കിൽ അസംതൃപ്തനാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നതിലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്തോളും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളിത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിത് ഉപേക്ഷിച്ച് പോവില്ല എന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? അതിനുള്ള കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും വിവാഹിതരല്ല. ഇവിടെ ഹെയറോഫാൻഡ് റിവേഴ്സ് ആണ് വന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയോ മുതിർന്ന ഏതോ ഒരു സ്ത്രീ എനർജിയാണത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി അവരുടേതായ അഭിപ്രായങ്ങളുള്ള, ഈ പേഴ്സൺ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല തേർഡ് പാർട്ടി, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അത് ആണ് എന്നും നിങ്ങളുടെ പേഴ്സണൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അനുഭവങ്ങളിൽ നിന്നായിരിക്കും ഈ പേഴ്സണ് മനസ്സിലായത് ഈ തേർഡ് പാർട്ടി ആയിട്ട് ഇരിക്കുന്ന ഈ എനർജി നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സണൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആണ് തേർഡ് പാർട്ടി. എന്ത് കാര്യം പറഞ്ഞാലും തേർഡ് പാർട്ടി സമ്മതിക്കില്ല. തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയുടേതായ അഭിപ്രായമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ തൽക്കാലത്തേക്ക് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ കൺസർവേറ്റീവാണ് നിങ്ങളുടെ പേഴ്സണും. തേർഡ് പാർട്ടിയും അതേപോലെ വളരെ കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ വളരെ ട്രഡീഷണലായ ആളുകളാണ്. അപ്പോൾ ചിലപ്പോൾ നാട്ടുമ്പുറത്തുള്ള ആളുകളായിരിക്കാം. അത്ര വലിയ മോഡേൺ ഒരു എഫക്റ്റ് വന്നിട്ടില്ല. പൈസ എല്ലാം ഉണ്ട്, നല്ല നിലയിലാണ് ജീവിക്കുന്നതെങ്കിലും വളരെ സാത്വികരായ ആളുകളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പണ്ടത്തെ ചിന്താഗതിയുള്ള ആളുകളാണ്. തെറ്റാണോ ശരിയാണോ എന്നല്ല ഞാൻ പറയുന്നത്, ആ ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ മുതിർന്നവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, മുതിർന്നവർ പറയുന്നത് കേൾക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായാലും തേർഡ് പാർട്ടി തള്ളി പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല. അപ്പോൾ അത് തേർഡ് പാർട്ടിക്കും അറിയാം. മനസ്സിലായോ? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവാം, പക്ഷെ അത് നിങ്ങളുടെ ഒരു ഇമ്മച്യൂരിറ്റി ആയിട്ടാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയും
സോറി നിങ്ങളുടെ പേഴ്സണും കാണുന്നത്. അത് മാറും, കുറച്ച് കഴിയുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തോളുന്നാണ് രണ്ടുപേരും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ടോറസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളൊരു സൈഡിൽ, തേർഡ് പാർട്ടി ഒരു സൈഡിൽ, രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ സ്നേഹമുള്ള ആളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. വളരെ സ്നേഹമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ വളരെ വഷളായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇത് സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എന്താ പറയുക, നിങ്ങൾ കുറച്ച് ചില സമയത്ത് നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്, വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷേ ഈ സിറ്റുവേഷൻ സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് വളരെ വഷളായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം വഷളാവാനൊന്നുമില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ എത്ര പ്രശ്നമുണ്ടാക്കിയാലും നിങ്ങളെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഇതൊരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള റിസ്ക് ഒന്നും നിങ്ങൾ എടുക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമുണ്ട്. 10 of Cups ആണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയാണ് നിങ്ങളോട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനും ആ ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലും ജനിപ്പിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് പറ്റും. ഈ റിലേഷൻഷിപ്പ് ഒരു അവസാനത്തിലേക്ക് പോകില്ല, മനസ്സിലായി? അങ്ങനത്തെ ഒരു സ്വഭാവമല്ല നിങ്ങളുടേത് എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം. അപ്പോൾ വെയിറ്റ് ചെയ്യണം കുറച്ച്. എന്നാൽ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം. അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം. ക്ഷമയുടെ കുറവുണ്ട് നിങ്ങൾക്ക്, എടുത്തുചാട്ടമാണ് നിങ്ങൾക്ക്, അത്രയേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾ ഒന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങളും ഒന്ന് നിങ്ങളുടെ ദേഷ്യത്തിനൊരു അയവ് വരും എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് ഒരു സെപ്പറേഷനിലേക്കൊന്നും പോകില്ല, അത്രയും വഷളാകില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണത്. ലീബ്ര, അക്വാരിയസ്, ഇത് 2 സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നതേ, തേർഡ് പാർട്ടിയോട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല രണ്ടുപേരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചാൽ അവർക്ക് ആരുമില്ലായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ടാവാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത്. നിങ്ങൾക്ക് കള്ളത്തരമൊന്നുമില്ല. നിങ്ങൾ മനസ്സിൽ വരുന്നത് തുറന്നു പറയുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. മദർ ഓഫ് വാൻസ് എന്ന് പറഞ്ഞ ക്വീൻ ഓഫ് വാൻസ് ആണ്. കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് അതിലൊരു കൺട്രോൾ ഉണ്ട്. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊരു കൺട്രോൾ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ പെർമിഷൻ അല്ല. അതെങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ മറ്റേ സിനിമ കണ്ട പോലെ എന്താണ് ഒരു സ്ത്രീക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു പുരുഷന് വിവാഹ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനൊന്നും കോട്ടം വരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഭയങ്കര സ്ട്രെസ്സിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കാര്യം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നടത്തി തരാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം വഷളാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ അതൊരു അവസാനത്തിലേക്ക്, റിലേഷൻഷിപ്പിൻ്റെ അവസാനത്തിലേക്ക് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ചൊരു ഡെവൽ എനർജി എന്ന് പറഞ്ഞാൽ ഒബ്സെഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒബ്സസ്ഡ് ആണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ആണുങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പൊതുവെ പെൺകുട്ടികൾ പറയുമ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ ഭർത്താവ്, കുട്ടികൾ, അതാണ് അവരുടെ ഒരു ലോകം. എന്ന് വെച്ചാൽ ഭർത്താവിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിനെ വളരെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒരു ചിന്ത വരുന്നത്. പക്ഷേ അവിടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വരുമ്പോൾ ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ആ ഒരു ചിന്തയിൽ ഒബ്സസ്ഡ് ആണെന്നാണ്. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച പെൺകുട്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലിരിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ആ പെൺകുട്ടിയുടെ കൂടെ ആണ് താമസിക്കുന്നത്. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ വിവാഹശേഷം നിങ്ങൾ ചെന്ന് ദത്ത് നിൽക്കേണ്ടി വരും. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നത്, ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങൾക്കൊരു ഒബ്സഷൻ ഉണ്ട്, ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും. അതൊരു ഒബ്സഷനായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ശരിക്കും നിങ്ങൾ അത്ര ചീത്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരം ആളല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുന്നത് തേർഡ് പാർട്ടിയെ. കേട്ടോ, തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇങ്ങനത്തെ ഈ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നതെന്ന്. കേട്ടോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, കാപ്രിക്കോൺ, സ്കോർപിയോ ഒരു ടോക്സിസിറ്റിയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ല, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഹാപ്പി അല്ല സിറ്റുവേഷൻ. അപ്പോൾ അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. ലീബ്ര, അക്വേറിയസ്. അതുകൊണ്ടാണ് ഈ ഒരു തേർഡ് ഐ ചക്രയുടെ കാര്യം പറയുന്നത്. ടോറസ്, രണ്ടുപേരും വളരെ ഒരു എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായ പോലെയാണ്. സ്കോർപിയോ, സാജിറ്റേറിയസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും, ജീവിക്കാൻ തന്നെ, മുമ്പോട്ട് പോകാൻ തന്നെ പറ്റാതെ ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ടോറസ്, ലീബ്ര. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത്. നമുക്കിനി മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. കേട്ടോ, ഭവാനെ ഇവരുടെ മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഒരു ഷഫിളും കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ ഓക്കെ, മൗണ്ടൻ, ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. പിന്നെ വന്നേക്കുന്ന കാർഡ് ഒരു കാർഡാണ്. ഓക്കെ, 3 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രതിസന്ധികളെ വളരെ ധൈര്യത്തോടെയും സ്ട്രോങ് ആയിട്ടും പ്രതിരോധിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ ടെൻഷനിൽ തന്നെ നിൽക്കാതെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ചൊക്കെ സമയം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്പോൾ എന്തോ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. വളരെ ചിലപ്പോൾ ഒരു വീട് വിൽക്കേണ്ടി വരിക, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക, എന്തോ ഒരു നാശം, വലിയൊരു ഡിസ്ട്രക്ഷനാണ് വരാൻ പോകുന്നത്. അതിൽ നിന്ന് ഒരു ചേഞ്ച്, ആ ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വ്യത്യാസം വരുത്തും എന്നാണ് കാണിക്കുന്നത്. കേട്ടോ, അപ്പോൾ അതിന് പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല.
ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഇത് പക്ഷെ പറയുന്ന ഈ ഡിസ്ട്രക്ഷൻ ഇതൊരു അൺആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് സഡൻ ബിഗ് ചേഞ്ച് ഇൻ യുവർ ലൈഫ് എന്നാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ്, പ്രതീക്ഷിക്കുന്നു ഇത് കണ്ടപ്പോഴാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെയുള്ള ഒരു വളരെ വലിയൊരു വ്യത്യാസം, ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. ഭവാനി, അപ്പോൾ നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ അടിയാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാണ്, ഒരു രക്ഷയില്ല. നേരിട്ട് കണ്ട അടി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ. നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ. ഈ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറയും, അതുപോലെയാണെന്നുണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. ഇത്രയും പ്രതീക്ഷയില്ലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും തേർഡ് പാർട്ടിക്ക് കുഞ്ഞുള്ളതാണ്. ഇതൊരു സിംഗിൾ മദർ പോലെയാണ് കാണിക്കുന്നത്. ഇത് ശരിക്കും തേർഡ് പാർട്ടിയാണ്, ക്വീൻ ഓഫ് വാൻസ് തേർഡ് പാർട്ടി. പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പലതരം തേർഡ് പാർട്ടികളുണ്ട്. തേർഡ് പാർട്ടികൾ ചിലർ ഷെയർ ചെയ്യാൻ റെഡിയാണ്. എന്നുവെച്ചാൽ മാരീഡായ ഒരാളായിട്ട് സ്നേഹമാവുമ്പോൾ ഭർത്താവോ ഭാര്യയോ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഞാനും കൂടെ ഇരിക്കാം എന്ന ഒരു ചിന്തയാണ് ചില തേർഡ് പാർട്ടി. ചില തേർഡ് പാർട്ടീസ് അങ്ങനെയല്ല. വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന രണ്ടുപേര് തമ്മിൽ ആ പേഴ്സൻ്റെ പൈസ കണ്ടിട്ട് ഈ തേർഡ് പാർട്ടി അതിനകത്ത് കയറി അവിടെ കുളമായി ബഹളമായി വേണ്ടി വന്നാൽ ആ പേഴ്സൻ്റെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ ചെന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിരിച്ച് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കിയിട്ട് സ്വന്തമാക്കാൻ നോക്കുന്ന ഒരു തരം തേർഡ് പാർട്ടിയാണിത്. സൂക്ഷിക്കേണ്ടതാണ്. ഇത് സർപ്പമാണ്, അതും മുട്ടയ്ക്ക് അടയിരിക്കുന്ന സർപ്പമാണ്. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആണെന്ന് നുണ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സണോട്. സ്ത്രീ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പ്രഗ്നൻ്റ് ആക്കാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രെസ്സാണ് ഇവർ തമ്മിലുള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തമ്മിലുള്ള എനർജി. ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ കുട്ടി വേറെ ആരുടെ ആണെങ്കിലും, ഇവർക്ക് വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും പൈസ കിട്ടാൻ വേണ്ടി, കുട്ടിയുടെ ചെലവ് നടത്താൻ വേണ്ടിയിട്ട് നുണ പറയും. അങ്ങനത്തെ ഒരു കൊള്ളില്ലാത്ത സ്വഭാവമുള്ളൊരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണ്? ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണോ കാണുന്നത്? ചിലർ എന്താ വെച്ചാൽ ഭർത്താവ് ഉയർന്ന് പോകണം, നല്ല പ്രൊമോഷനൊക്കെ കിട്ടിയാലേ എനിക്കൊരു സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റസ് ഉള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഗമയുള്ളൂ, അല്ലെങ്കിൽ പൈസ ലക്ഷറി കാറ് വാങ്ങിക്കണം, സാരി വാങ്ങിക്കണം, എല്ലാ സാധനം സ്വർണം വാങ്ങിക്കണം. അങ്ങനെയുള്ള ചില സ്ത്രീകൾ, ചില പുരുഷന്മാരും അതുപോലെ തന്നെ ഭാര്യ ഉയർന്നതിൽ വേണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഇതൊരു ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷനാണിത്. ക്വീൻ ഓഫ് വാൻസും കിങ് ഓഫ് വാൻസും ആണിത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ പോരാ എന്ന് മറ്റേ ആൾക്കൊരു തോന്നലുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇനിയും നമ്മൾക്ക് ഉയർന്നു പോകണം. അപ്പോൾ മറ്റേയാളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ തമ്മിലുള്ള എനർജി ഭയങ്കര സ്ട്രെസ്സാണ്, അതാണ് പ്രശ്നം. വളരെ എടുത്തു ചാടി സംസാരിക്കുന്ന, ഭയങ്കര ഒരു മറ്റേയാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാത്ത ഒരു എനർജി പോലെ.
സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും പൈസ വേണം, ഇനിയും പൈസ വേണം, ഇനിയും പൈസ വേണം എന്ന് പറയുന്ന ഒരു എനർജി പോലെ. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ഇല്ല. അതുപോലെ തന്നെ എന്നാലും റിലേഷൻഷിപ്പ് പോകുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കുമില്ല. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുമ്പോട്ട് പൊക്കോട്ടെ, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട് നിങ്ങൾ തമ്മിൽ. പക്ഷേ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനും നിങ്ങൾ രണ്ടുപേരും റെഡിയല്ല. ലിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ലിയോ അതുപോലെ തന്നെ സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല അടിയാണ്, നല്ല സ്ട്രെസ്സാണ്. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഒരു തീരുമാനമെടുക്കാതെ പുറകോട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഭയങ്കര സ്ട്രെസ്സാണ്, തേർഡ് പാർട്ടിയുമായിട്ട് സ്ട്രെസ്സാണ്. ഈ ഒരു സ്ട്രെസ് കൊണ്ടായിരിക്കും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയത്. പക്ഷെ തേർഡ് പാർട്ടി, ഞാൻ പറഞ്ഞില്ലേ, പേടിച്ച് പന്തളത്തി വന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തേർഡ് പാർട്ടി. അതിലും കഷ്ടമാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഭയങ്കര സ്ട്രെസ്സിലാണ്. ഇവിടെ സ്റ്റാർ കാർഡ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വളരെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന്. നിങ്ങളുടെ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം മേ ബി ചിലപ്പോൾ ബിക്കോസ് നിങ്ങൾ തേർഡ് പാർട്ടി അടുത്തേക്ക് പോയപ്പോൾ തേർഡ് പാർട്ടി അതിലും പ്രശ്നമാണെന്ന് പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മൻ നിങ്ങളാണ് എന്നൊരു ചിന്തയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഒരു റീകൺസിലിയേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് ഈ സിറ്റുവേഷനിൽ മുതലെടുക്കും. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം തേർഡ് പാർട്ടി മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതും എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു സീക്രട്ടായിട്ടാണ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അക്വേറിയസ് സ്ട്രോങ് ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത്. ഇനി തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണലുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി ഭയങ്കര തലവേദനയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നത്. അവരെ വിവാഹം കഴിക്കാനോ അവരുമായിട്ടൊരു ഫ്യൂച്ചർ ഒന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഇങ്ങനെ തന്നെയാണോ അതോ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആണോ എന്നത് നമുക്കറിയില്ല. ഇവരുടെ ഈ സ്വഭാവം അറിഞ്ഞിട്ടുള്ള ഒരു പെരുമാറ്റം ഇങ്ങനത്തെ ഫീലിങ്സ് ആയതാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഒരു എന്താ പറയുക, തേർഡ് പാർട്ടിയോട് കണക്ഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ, കേട്ടോ. ആദ്യം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് തേർഡ് പാർട്ടിയായിട്ട് ലവേഴ്സാണ്, സോൾമേറ്റ് കണക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ചിലപ്പോൾ രണ്ടുപേരും ഒരേ സ്വഭാവം, നിങ്ങളുടെ പേഴ്സണും കുറച്ച് ഉഴപ്പുള്ള ആളായിരിക്കും, സ്വാർത്ഥതയുള്ള എനർജി ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ക്ലിക്കായി. കൊള്ളാം, ഈ പേഴ്സൺ എന്നെ പോലെ തന്നെയുള്ള ആളാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് സൈഡൊന്നും നിങ്ങളുടെ പേഴ്സൺ കണ്ടിട്ടില്ലായിരുന്നു. പുറമേ കാണുമ്പോൾ കാണാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ ഇവർ മനസ്സും നല്ലതാണ്, ഇവരുടെ ശരീരം പുറമേ കാണുന്ന പോലെ തന്നെ മനസ്സും നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് സ്വഭാവം ഈ പേഴ്സൺ പ്രതീക്ഷിച്ച പോലെയേ അല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഒരു ലവേഴ്സ് ഫീലിങ്സ് ആണ്. അതുപോലെ തന്നെ ഒരു മാരേജ് പ്രതീക്ഷിച്ചിരുന്നു തേർഡ് പാർട്ടിയായിട്ട്, നിങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് തേർഡ് പാർട്ടി കണക്ഷൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പം മനസ്സിലായി അത് അല്ല, തേർഡ് പാർട്ടി കാണുന്ന പോലെയുള്ള ഒരാളല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിവാഹമോ അവരുമായിട്ടുള്ള ഒരു പെർമനൻറ്റ് റിലേഷൻഷിപ്പോ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് ചിലവിന് കൊടുക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണായാലും പെണ്ണായാലും ഇവർ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു എമൗണ്ട് തേർഡ് പാർട്ടിക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുണ്ട്. ലീബ്ര കാണിക്കുന്നുണ്ട്, പിന്നെ ജെമിനായി ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ ചേഞ്ച് ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, നിങ്ങൾ ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ഒരാളാണ്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഒരു ചിട്ടയുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ചില സമയത്ത് ഈ ചിട്ട മറ്റുള്ളവർക്ക് തലവേദനയായിട്ട് മാറും. അപ്പോൾ എന്താ പറയുക, പായയിലേക്ക് കിടന്നുറങ്ങൂ എന്നൊരു ചിട്ട നമുക്ക് ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ
ജീവിത സാഹചര്യം ഉയർന്നുയർന്നു പോകുമ്പോൾ പായയിലെ കിടപ്പ് കട്ടിലേക്ക് മാറുന്നു, കട്ടിലിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനെ. പക്ഷെ നിങ്ങളതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത്, ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഒരാൾക്ക് ഫാനിട്ട് കിടക്കണം, മറ്റേ ആൾക്ക് ഫാനിട്ട് കിടക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരും. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് മിക്കവരുടെ ലൈഫിലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. കുറച്ചൊരു നിങ്ങൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും, നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യില്ല, കോംപ്രമൈസ് ചെയ്യില്ല, നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മാക്സിമം ആ റെസിസ്റ്റൻസിനെ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പ്രയത്നിക്കാറുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഇമ്മച്യൂർഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട്, ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോസിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പേഴ്സൺ പറയുന്നത്. പാസ്റ്റ് നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ഒരു പ്രതിരോധം പോലെ, മനസ്സിലാവണോ? അങ്ങനെയാണ് നിങ്ങൾ. അതുപോലെ വളരെ കള്ളത്തരമുള്ള ഒരാളാണെന്ന് പറയുന്നത്. കൊള്ളാലോ. എന്താണത്? നിങ്ങൾക്ക് ഭയങ്കര കള്ളത്തരമാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഈ പുറമേ കാണുന്ന ഈ ഒരു എന്ന് വെച്ചാൽ ചിലർ അഭിനയിക്കുമല്ലോ, ഞാൻ ഭയങ്കര സത്യം മാത്രം പറയുന്ന ഒരാളാണ്, കള്ളത്തരം ചെയ്യേയില്ല എന്ന് പറയുമെങ്കിലും നിങ്ങൾ മറ്റുള്ളവരറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ നിങ്ങളുടെ പേഴ്സണ് അറിയാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് പോസിബിൾ അല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് ഇനി ബെറ്റർ ആവാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ടോറസ് ലീബ്രയാണ് കാണിക്കുന്നത്, പിന്നെ സ്കോർപ്പിയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുമായിട്ട് വളരെ സ്വരൂപയോടുകൂടിയാണ് പോകുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് ആണിത്. മനസ്സിലാവണ്ട? നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് എപ്പോൾ പറഞ്ഞതാണെന്നാണ് ഇവിടെ ഡൗട്ട്. തുടക്കത്തിലേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല എന്ന്? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇത് വെറും ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പാണ്, ഇവിടെ വേറൊരു പോസിബിലിറ്റി ഇല്ല എന്ന് തേർഡ് പാർട്ടിക്ക് ഒരു സൂചന കൊടുത്തതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമാവാം. അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് ഒരു കണക്ഷൻ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷമായിരിക്കാം ഈ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഇല്ലയെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയും. നിങ്ങളൊരു ടീമാണ്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. തേർഡ് പാർട്ടിയുടെ കാര്യം പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ആഗ്രഹം നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്ത് എന്നാണ് ആയിരിക്കും. ഇപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ സത്യം തേർഡ് പാർട്ടി അറിയാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളുള്ള കാര്യം തേർഡ് പാർട്ടി ഒരിക്കലും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നത്. ഒരിക്കലും തേർഡ് പാർട്ടി നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു ചാൻസ് കാണും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്കിവിടെ നിൽക്കാമല്ലോ എന്നൊരു സിറ്റുവേഷൻ വരും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ പേഴ്സണും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഇനിയും ഒരുമിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കേണ്ടി വരും എന്നൊക്കെ ഒരു സൂചന തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ആൾ സ്മാർട്ടാണ്. ലിയോ, ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ, ജെമിനായി, ലീബ്ര, സ്കോർപ്പിയോ, ക്യാൻസർ, അക്വാരിയസ്, ലിയോ, സ്കോർപ്പിയോ,
ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.